കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് രാത്രിയിൽ വീണ്ടും മഹത്വപ്പെടുത്തുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നാം ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കുമ്പോൾ ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് 111 സങ്കീർത്തനങ്ങൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ നിങ്ങളുടെ സൗകര്യാർത്ഥം ഈ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 111. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരിലുള്ള സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയുള്ളവൻ തന്നെ. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തൻ്റെ പ്രവർത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമായിരിക്കുന്നു. അവൻ്റെ കൈകളുടെ പ്രവർത്തികൾ സത്യവും ന്യായമാകുന്നു. അവൻ്റെ പ്രമാണങ്ങൾ എല്ലാം വിശ്വാസവും തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തൻ നമുക്ക് സഹായിച്ചുവല്ലോ. 111 സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 1 വാക്യം വായിക്കുമ്പോൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനുള്ള ഒരു ആഹ്വാനം അവിടെ നൽകുകയാണ്. 2 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിലുള്ള ന്യായങ്ങളെക്കുറിച്ചാണ് നമുക്കവിടെ മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരാധിക്കുവാനുള്ള ഒരു ആഹ്വാനം അവിടെ നൽകുകയാണ്. 111 സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം പാടുന്നുണ്ട്: യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ ദൈവത്തെ അറിയുന്നത് എല്ലാ ശാസ്ത്രജ്ഞാനത്തെക്കാളും വലുതാണ്. സങ്കീർത്തനക്കാരൻ പറയും, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്: എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഇന്ന് രാത്രി പ്രിയരെ ഓർപ്പിക്കട്ടെ, ജ്ഞാനവും ബലവും നൽകുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. നോക്കണമേ, നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടപ്പോൾ രാജ്യത്തിലെ പ്രധാനികളെയൊക്കെ കൂട്ടിവരുത്തി, മന്ത്രവാദിക ക്ഷുദ്രപ്രയോഗിനെയൊക്കെ കൂട്ടിവരുത്തിയപ്പോൾ ആ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ എബ്രായിൽ ഒരുവനായ ദാനിയേലിനെ കുറിച്ച് കേൾക്കുകയും തന്നെ വിളിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുവരികയും അവിടെ സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് രാജാവ് പങ്കുവെക്കുമ്പോൾ അല്പം സമയം എനിക്ക് തരണമേ എന്ന് രാജാവോട് പറഞ്ഞിട്ട് ദാനിയേൽ തൻ്റെ സ്നേഹിതന്മാരെ കൂട്ടിവരുത്തി വീട്ടിൽ ചെന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പ്രിയരെ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, തൻ്റെ സ്നേഹിതരുമായി ഒരുമനപ്പെട്ട ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ബലവും ജ്ഞാനവും ദൈവത്തോട് നൽകുകയാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയരെ ഓർപ്പിക്കട്ടെ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അവയെ ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധി ഉണ്ട്. ഈ ഒരു മാസക്കാലം മുഴുവനും മന്ത് ഓഫ് പ്രെയറായി, പ്രാർത്ഥനയുടെ മാസമായി നാം ഒരുമനപ്പെട്ട് ദൈവവാദത്തിലായിരിക്കുമ്പോൾ, പ്രത്യേകാൽ എക്സാമിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയും എക്സാം എഴുതുകയൊക്കെ ചെയ്യുന്ന അനേക കുഞ്ഞുങ്ങൾ വളരെ സ്തോത്രം ഭയത്തോടെയൊക്കെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമുക്ക് ബലവും ജ്ഞാനവും നൽകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുകരങ്ങളിൽ സമ്പൂർണമായി ഒന്ന് വിധേയപ്പെടുത്തി പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദാനിയേലിന് ബലവും ജ്ഞാനവും നൽകിയ ദൈവം നമുക്കും ബലവും ജ്ഞാനം നൽകി നമ്മെ സഹായിപ്പണ്ടയായിത്തീരും. പുറപ്പാട് പുസ്തകം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബെസലേലിനെ ദിവ്യാത്മാവിനാൽ ദൈവം നിറച്ച ഭാഗം
പുറപ്പാട് പുസ്തകം 31 4 മുതൽ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ നിറയ്ക്കുകയാ, ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യം കൊണ്ട് നിറഞ്ഞ സ്തോത്രം. ബസലേലിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 34 പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ജ്ഞാനവും ബലവും നൽകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവശ്രീ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.